ഈ വെള്ളം ഇപ്പൊ കണ്ടില്ലേ, സ്ലഡ്ജും ഇതെല്ലാം നിറഞ്ഞിട്ടുള്ള ഈ വെള്ളം, ആ വെള്ളം ഇപ്പോൾ ഇത്രയും പ്യൂർ ആയിട്ടുള്ള വെള്ളമായിട്ട് മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് ഇപ്പൊ നമ്മുടെ അനുഭവം. മനോജ് എന്നാണ് എൻ്റെ പേര്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് 50 മീറ്റർ അടുത്താണ് നമ്മുടെ വീടും സ്ഥാപനം ഒക്കെ ഉള്ളത്. അതില് ഹോട്ടല്, പിന്നെ ലാബ്, റെന്റിന് കൊടുക്കുന്ന റൂമുകൾ, ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നമുക്കുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, അവിടെ നിന്ന് പോകുന്ന വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, ആ വേസ്റ്റ് വാട്ടർ നമുക്ക് വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലം, നമുക്ക് കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് അവിടേക്കൊക്കെ വിട്ടിരുന്നത്. ഭയങ്കര ദുർഗന്ധം വരും, ഭയങ്കര സ്മെല്ല് വരും. അപ്പൊ അത് പരാതികളും, പിന്നെ പഞ്ചായത്ത് അവര് പരാതി പറയും, അടുത്തുള്ള വീടുകൾ പരാതി പറയും, വഴി കൂടെ പോകുന്ന ആളുകൾ അടക്കം മൂക്ക് പൊത്തി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കോംപ്ലക്സിന്റെ തൊട്ട് തന്നെയാണ് വീട്. അപ്പൊ നമുക്ക് പോലും അത് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കൊക്കെ വരുന്ന ഒരു ഘട്ടം ഉണ്ടായി. ഇതിന് എന്ത് പരിഹാരം എന്ന് പറഞ്ഞ് ഞാൻ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ സന്ദർശിച്ചു. പല പല പ്ലാന്റുകൾ പലരും പറയുമ്പോൾ അവിടെ പോവും. പക്ഷെ അതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിനുള്ള ഒരു മാർഗങ്ങളൊന്നല്ല. അവര് കുറെ കുഴിയെടുത്തിട്ട് അതിലേക്ക് ഇടാം, അവിടുന്ന് അപ്പുറത്തേക്ക് ചാടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ പ്ലാന്റുകളാണ്. ജേക്കബ് റിച്ചാർഡ് എന്ന് പറഞ്ഞ ആളെ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇതിന് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് വളരെ സക്സസ് ആയിട്ട് തന്നെ പോവുക. ഇപ്പോൾ ഒരു 2 വർഷത്തോടെ അടുക്കാൻ പോവാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളിപ്പോൾ ഈ സ്ലഡ്ജ് നിറഞ്ഞ വെള്ളത്തിനെ നമ്മുടെ ഈ പ്ലാന്റ് ഉപയോഗിച്ച് ഈ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്യുവർ ആയിട്ടുള്ള വാട്ടർ ചെടികളും കൃഷിത്തോട്ടത്തിലും നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മിയാവാക്കി ഫോറസ്റ്റ് ആണ്. ജപ്പാനീസ് മോഡലാണ്. 1.5 സെന്റിൽ കാട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മുടെ പ്ലാന്റിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടുള്ള വെള്ളം നമുക്ക് ഇപ്പൊ ഇത് നനയ്ക്കാൻ കൂടി നമ്മൾ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മളിപ്പോ 1 കോടി ലിറ്റർ വെള്ളം, ഇതേപോലെ മാലിന്യം നിറഞ്ഞ വെള്ളം നമ്മൾ ഈ രീതിയിൽ നമ്മളിപ്പോ നമ്മുടെ ഉപയോഗങ്ങൾക്കായിട്ട് എടുത്തേക്കാണ്. സക്സസ് ആയിട്ട് ഈ പ്ലാന്റ് നമുക്ക് പോണ്ട്. ഞാൻ വളരെ സംതൃപ്തനാണ് ഈ കാര്യത്തിൽ. വളരെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്, ഇവരുടെ ഒരു ടീം ഇടയ്ക്ക് വരും. ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അവർ വരും. അതെല്ലാം മോണിറ്റർ ചെയ്യും, ചെക്ക് ചെയ്യും, ക്ലിയർ ചെയ്യും. ഒരു വലിയൊരു തലവേദന. എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ വക പ്രശ്നങ്ങളുണ്ട്. ഇതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഒരു 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് നന്നായിട്ട് എനിക്ക് പോകുന്നതായിട്ടാണ് എൻ്റെ ഒരു അനുഭവം.